ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ സ്വയം പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഗ്രി, PG, അതേപോലെ BEd, MPhil, PhD പോലെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും മറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ FY UGP 4-year ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ആഡ് ചെയ്യപ്പെടുന്ന, അതേപോലെ അധ്യാപകർക്കും മറ്റുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്വയം പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സ്വയം പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് അവിടെ കാണാം സ്വയം പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ അവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ചോദിക്കും. അവിടെ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ അപ്ഡേഷൻ ആണ് ചോദിക്കുന്നത്. അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നതിൽ അതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കാം, അതേപോലെ സെക്കൻഡ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ശേഷം വരുന്നത് മൊബൈൽ നമ്പർ ആണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് OTP ഒക്കെ വരുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ കൺട്രി ആണ് ചോദിക്കുന്നത്. അവിടെ ജസ്റ്റ് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ദെൻ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം അവിടെ വരുന്ന സ്റ്റേറ്റ് അതേപോലെ സിറ്റി എന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് I am a എന്നുള്ളതിന് അവിടെ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ കോളേജ് സ്റ്റുഡന്റ് എന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ദെൻ അവിടെ ഞാൻ വർക്കിംഗ് പ്രൊഫഷണൽ എന്നാണ് കൊടുത്തത്. അവിടെ നിങ്ങൾ ഏത് കോഴ്സാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് അത് ജസ്റ്റ് കൊടുക്കുക. അതേപോലെ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. ദെൻ അവിടെ ശേഷം നിങ്ങൾ കാണാം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ABC ID, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പുതിയ 4-year UG വിദ്യാർത്ഥികളും നിലവിൽ എല്ലാ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ABC ID നിർബന്ധമാണെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ABC ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ABC ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിർബന്ധമായിട്ടും. അത് നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ABC ID ഇവിടെ കൊടുക്കുക. ദെൻ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അവിടെ ABC ID ഉണ്ടാവുകയില്ല. അവിടെ എന്ത് കൊടുത്താൽ മതി, ഡു നോട്ട് നീഡ് ABC ID എന്ന് കൊടുത്താൽ മതി. ദെൻ അവസാനം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ആകുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും നിങ്ങൾ വിൻഡോയിലേക്ക് വന്ന് സൈൻ ഇൻ കൊടുക്കണം. ദെൻ വീണ്ടും നിങ്ങൾ മെയിൻ മെനുവിൽ വന്ന് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതിൽ നിങ്ങൾക്ക് കാണാം എക്സ്പ്ലോർ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ അതിൽ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കോഴ്സുകളും അതിൽ നിങ്ങൾക്ക് കാണാം. അക്കൗണ്ടിങ് പരമായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇനി അതേപോലെ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ സബ്ജക്റ്റിന് അനുയോജ്യമായ പല കോഴ്സുകളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് അറിയാവുന്ന കോഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഇതിൽ ആക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. അത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, 33 മിനിറ്റ്സ് മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടൂ ആ ഒരു കോഴ്സ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ആ ഒരു എൻറോൾ നൗ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി പ്രൊസീഡ് ബട്ടൺ അമർത്തുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ വീണ്ടും എൻറോൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി അതേപോലെ പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി അതിൽ രജിസ്റ്റർ ചെയ്താണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ സൈനപ്പ് കൊടുക്കണം. ഓരോ കോഴ്സ് എടുക്കുമ്പോൾ അതിൽ സൈനപ്പ് കൊടുക്കേണ്ടി വരും. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വെരിഫൈ ബട്ടൺ അമർത്തുക. വെരിഫൈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ നെയിം ചോദിക്കും. ആ നെയിം കറക്റ്റ് ഫിൽ ആയി കൊടുക്കുക. അതായത് സർട്ടിഫിക്കറ്റിൽ വരേണ്ട നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. കറക്റ്റ് നെയിം തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പർ ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. ഇമെയിൽ ID ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻ്റർ ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഏതാണോ നിലവിലുള്ളത് ആ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിൽ ചോദിക്കുന്നത് സെലക്ട് കാറ്റഗറി എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഏതാണോ കാറ്റഗറി വരുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ അക്കാഡമിക് ആണ് സെലക്ട് ചെയ്യുന്നത്.
ദെൻ സെലക്ട് സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റ് അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ അക്കൗണ്ട്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ദെൻ സെലക്ട് ക്ലാസ് ടു ഹും യു ക്യാൻ ടീച്ച് എന്നുള്ളതാണ്. ഞാൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ സെലക്ട് യുവർ കൺട്രി, ദെൻ സെലക്ട് യുവർ സ്റ്റേറ്റ്, ദെൻ സിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി അതേപോലെ റെഫറൽ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് കാണാം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നു. ഓക്കെ, അതുകൂടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നു. അപ്പൊ നമ്മൾ ഇതിൽ രജിസ്റ്റർ ആകുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കോഴ്സിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നീട് ആ കോഴ്സിൽ അവിടെ നിങ്ങൾക്ക് കാണാം എൻറോൾ നൗ എന്ന് കാണാം. ഇത് ഫ്രീ കോഴ്സ് ആണ്. പേ നൗ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പൈസ കൊടുക്കേണ്ടതില്ല. പേ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയ്ഡ് എന്ന് വരും. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിനായിട്ട് അവിടെ നിങ്ങൾ മൈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അവിടെ വരുന്ന നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾക്കൊരു വീഡിയോ അതിൽ കാണും. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലാസ് ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ ആ വീഡിയോ കാണേണ്ടതില്ല. ഞാൻ ജസ്റ്റ് അറിയാവുന്ന ഒരു ടോപ്പിക് ആണ്, കാരണം BEdന് പഠിക്കുന്ന ടോപ്പിക് ആയിരുന്നു, ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുള്ള് കണ്ടതായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്കേഴ്സ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ദെൻ അവിടെ ലെക്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിലേക്ക് കടക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് അതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായ ആൻസർ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അവസാനം നിങ്ങളുടെ സ്കോർ അവിടെ കാണിക്കുന്നതാണ്. എല്ലാം കംപ്ലീറ്റ് ആയാൽ യുവർ സ്കോർ 91% എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. യുവർ സ്കോർ എന്നത് കാണിച്ചതിന്റെ അടിയിലായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം കോഴ്സ് കംപ്ലീറ്റഡ്, ബാക്ക് ടു കോഴ്സ് ടു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ മുകളിലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ സ്വയം പ്ലാറ്റ്ഫോമിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും. ഞാനൊരു ചെറിയ ടൈമിലുള്ള കോഴ്സ് മാത്രം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതേപോലെ അതിലുള്ള ഓരോ കോഴ്സുകളും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ആ വീഡിയോസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. മാർക്കേഴ്സ് കംപ്ലീറ്റ് എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.